ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലാണുള്ളത്. ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങളിവിടെ. വിസെയറിനാണ് ഞങ്ങളിന്ന് പോകുന്നത്. ബോർഡിംഗ് പാസ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. ചെക്ക് ഇൻ 2 വഴി ചെയ്യാം. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാം. പക്ഷേ മാക്സിമം ഓൺലൈനായിട്ട് ചെയ്യാൻ തന്നെ എല്ലാവരും ശ്രമിക്കുക. ഇവിടെ നല്ല ക്യൂ ആണ് ഗൈസ്. ആകെ ഒരു സ്റ്റാഫ് മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ ബോർഡിംഗ് പാസ് കൊടുക്കാനായിട്ട്. അറ്റ് ലാസ്റ്റ് ബോർഡിംഗ് പാസ് കിട്ടി. അങ്ങനെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണ്. റിച്ചും രേഷ്മയും സരോസ്കിയുടെ സ്റ്റാളിൻ്റെ അവിടെ സ്റ്റെക്കായി നിന്നു. അപ്പോഴാണ് ഞാനിവിടെ ഹോട്ട് വീൽസിൻ്റെ റയർ കളക്ഷൻ കണ്ടത്. സോ എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ അതിലേക്കായി. ഞാൻ അങ്ങനെ നോക്കി എൻ്റെ കയ്യിലില്ലാത്ത ഒരു മോഡൽ ഞാൻ എടുത്തു. കുറച്ചു നേരം ഡ്യൂട്ടി ഫ്രീയിൽ കറങ്ങിയപ്പോൾ ഞങ്ങളുടെ ടൈം കുറച്ച് കൺജസ്റ്റഡ് ആയി. സോ ഗേറ്റ് കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇനി. പിന്നെ എല്ലാവരും ഓട്ടം തുടങ്ങി, കാരണം ഗേറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാറായി. ഞങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് ഗേറ്റ് എത്താൻ നോക്കുമ്പോൾ രേഷ്മ റിച്ചും വീഡിയോയും എടുത്ത് നൈസായിട്ട് ചിരിച്ച് കളിച്ച് വരുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് ടൈമായിരുന്നു എന്തായാലും. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾ 6 പേർക്കും ഒരൊറ്റ റോയിൽ തന്നെയുള്ള 6 സീറ്റ്സാണ് പ്രൊവൈഡ് ചെയ്തത്. സോ വിൻഡോ സീറ്റ് ഞാൻ എടുത്തു, കാരണം എനിക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കാരണം വിൻഡോ സീറ്റ് ഞാൻ തന്നെ എടുത്തു. ബാക്കിയുള്ള സീറ്റിൽ എല്ലാവരുമായിട്ട് ഇരുന്ന് ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓൾമോസ്റ്റ് ഫുള്ളി പാക്ഡ് ആണ് ഈ ഫ്ലൈറ്റ്. ഫ്ലൈറ്റിൽ കുറച്ച് നേരം ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി, കാരണം ഫ്ലൈറ്റ് ഒരു 10 മിനിറ്റ്സ് ഡിലേ ആയിട്ടാണ് എടുത്തത്. അങ്ങനെ ഫ്ലൈറ്റ് പതിയെ മൂവ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പ് എവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു മൊറോക്കോ. ജേണി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സൺറൈസ് കാണാൻ പറ്റി. അങ്ങനെ 3.5 hour ജേണിക്ക് ശേഷം നമ്മൾ മൊറോക്കോയിലെത്തി ഗൈസ്. പതിയെ മൊറോക്കോയിലെ മരക്കേഷ് എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മരക്കേഷിലാണ് എയർപോർട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ മരക്കേഷിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഫ്ലൈറ്റിൽ നിന്നിറങ്ങി ഞങ്ങൾ ഇമിഗ്രേഷൻ ചെയ്യാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ സിം ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്.
ഇതാണ് മൊറോക്കോയിലെ മരക്കേഷ് എന്ന സിറ്റിയിലെ എയർപോർട്ട്. ഞങ്ങൾ മൊറോക്കോയിലേക്ക് വന്നത് ടൈംലെസ് എക്സ്പെഡിഷൻ എന്ന ടീമിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ്. സോ ആ പാക്കേജിൽ എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവൈലബിൾ ആയിരുന്നു. സോ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലസ് മൗണ്ടൈൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ക്ലൈമറ്റ് ലണ്ടനിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ നല്ല വെയിലാണെങ്കിലും നമുക്ക് അധികം ചൂട് ഫീൽ ആവുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാറിൽ കയറി ഞങ്ങളുടെ റിയാഡിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. French colony before. Yeah. The ancient time, yeah? Yeah. 100 years ago. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത്. മൊറോക്കോ ഒരു ആഫ്രിക്കൻ കൺട്രി ആണെങ്കിലും നമുക്കൊരു ഗൾഫ് കൺട്രിയുടെ ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മരക്കേഷ് സ്ട്രീറ്റിലേക്ക് എൻ്റർ ചെയ്തു ഗൈസ്. ഈ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റിയാഡും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ നമ്മളെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് പോയി. അങ്ങനെ മരക്കേഷിലെ സ്ട്രീറ്റിലൂടെ ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നടന്ന് ടൈം പോയത് അറിഞ്ഞില്ല. ടൈം നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവിടെ കയറിയപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മൊറോക്കൻ മിൻറ്റി ഉണ്ടായിരുന്നു. സുർജി ഒരെണ്ണം ഓർഡർ ചെയ്തു. ഞങ്ങളെല്ലാവരും ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടിരുന്നു. അവിടെ ഒരു റീല് കണ്ടിട്ട് അവന് മൊറോക്കൻ മിൻറ്റി കുടിക്കണമെന്നുള്ള ആഗ്രഹം കയറിയിട്ടാണ് വന്നതെന്നാണ് സുർജി പറയുന്നത്. അത് കഴിഞ്ഞ് പതിയെ ഞങ്ങൾ റിയാഡിലേക്ക് പോയി. മൊറോക്കോയിലെ പരമ്പരാഗത വീടുകളാണ് റിയാഡ്. ഈ വീടുകളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വീടിൻ്റെ നടുവിലായി ഒരു കോർട്ട്യാർഡും അതുപോലെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളും അതല്ലെങ്കിൽ ഒരു ഗാർഡനും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് റിയാഡ് എന്ന് പറയുന്നത്. ഈ റിയാഡ് ഞങ്ങൾ 6 പേർക്ക് മാത്രമുള്ള ഒരു പ്രൈവറ്റ് റിയാഡായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഈ റിയാഡിൻ്റെ കീ തരാനും അതുപോലെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു. വെൽക്കമിങ്ങിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു മിൻറ്റിയും കിട്ടി. സുർജി കുറച്ചു മുമ്പാണ് പൈസ കൊടുത്ത് മിൻറ്റി വാങ്ങിച്ചത്. ഇത് കറക്റ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ മൊറോക്കൻ മിൻറ്റി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി വിത്ത് സം സ്നാക്സ്.
നമുക്ക് മുകളിലൊക്കെ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും സെക്കൻഡ് ഫ്ലോറിൽ 1 ബെഡ്റൂമായി ടോട്ടൽ 3 ബെഡ്റൂം ഹൗസാണിത്. ഇതാണ് ഒരു റൂം വരുന്നത്. അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള റിയാഡാണത്. ഇത് സെക്കൻഡ് ബെഡ്റൂം, ഫുള്ളി ഫർണിഷ്ഡ് ആണ് എല്ലാം. നമുക്ക് എക്സ്ട്രാ ഒന്നും വാങ്ങേണ്ടി വന്നില്ല. ആക്ച്വലി സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിയപ്പോൾ കിട്ടിയത് പ്രത്യേക വൈബ് തന്നെയായിരുന്നു. കാരണം അവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ ചെറിയൊരു ഗാർഡനും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഓപ്പൺ ടെറസിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈവനിങ്ങിൽ വൈബ് അടിച്ചിരിക്കാനും വർത്താനം പറയാനൊക്കെ പറ്റിയ ഒരു സ്പോട്ട് തന്നെയായിരുന്നു അത്. മൊറോക്കോയിലെ വിശേഷങ്ങളുടെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. പാർട്ട് 2 വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ തന്നെ വരാം കേട്ടോ. അൻറ്റിൽ ദെൻ സീ യു.